ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീഡിയോ ബർത്ത്ഡേ വീഡിയോ. അതുകൊണ്ട് ചേച്ചിക്കേക്ക് ഒരു കൊച്ചു ഫണി പ്ലസ് ഗിഫ്റ്റ് എന്നൊക്കെ രീതി പറയാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ചേച്ചിക്ക് 90 ആയി. അതുകൊണ്ട് ഇവിടെ 90 ഗിഫ്റ്റ്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ചേച്ചിക്ക് ആൻസർ കറക്റ്റ് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് ചേച്ചി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഗിഫ്റ്റ് കൊടുക്കില്ല. ഓക്കെ, അപ്പം റെഡി പറയാം. സോ അത് ഫസ്റ്റ് ഡിസ്ക്ലൈമർ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൊക്കിന് ഒതുങ്ങുന്ന അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എക്സ്പെൻസീവ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതില് പേപ്പർ ചിലപ്പോൾ ചാടി എന്തെങ്കിലും വരും. താഴെ ഒന്നും വാരി ഇടാൻ പാടില്ല. ഞാൻ തന്നെ തൂക്കി പറക്കേണ്ടി വരും. താഴെ ഇടുന്നത് എനിക്ക് തന്നെ പറക്കേണ്ടി വരും. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പറഞ്ഞ മേടിക്കുന്നത് എന്റെ ഇഷ്ടമല്ല. ഓക്കെ, സോ റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊൻചിറ സ്കൂൾ ആദ്യം പഠിപ്പിച്ച ടീച്ചറിന്റെ പേര്? മലത്ത. അപ്പോൾ ഇത് ഏതേലും എനിക്കിത് രാവിലെ ഇതാണ് കിട്ടിയത് ഗിഫ്റ്റ് ആയിട്ട് കളർഫുൾ പേന. സോ അതിഗംഭീരമായി ഫസ്റ്റ് ഗിഫ്റ്റ് മുന്നിൽ എടുത്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊൻചിക്ക് ഞാൻ കഴിഞ്ഞ വട്ടം തന്ന ഗിഫ്റ്റ് എന്തായിരുന്നു? ക്രാഫ്റ്റ് ആയിരുന്നു, പക്ഷെ എന്തായിരുന്നു? ഓർമ്മയുണ്ട്. എടുത്തോ. അതിൽ സെക്കൻഡ് ഗിഫ്റ്റും അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതിനടിച്ച് മാറ്റാൻ ആൾക്കാർ വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേണം. എനിക്കില്ല, അമ്മയുടെ. ഓക്കെ, സോ ഇത് 680. ഓക്കെ, അവിടെ ഡിപ്പെൻഡ് എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 5 പൊൻചേച്ചിക്ക് പ്രിയപ്പെട്ട നമ്പർ എന്ത്? ക്ലിയർ എക്സ്പ്ലനേഷൻ. സാഹിയുടെ ബർത്ത്ഡേ ഉണ്ട്. ഫ്രണ്ടിൽ ഇത്രയും സ്നേഹിക്കുന്നൊരു ഫ്രണ്ടിൽ എവിടെ കിട്ടും? സോ നിരക്കിണ്ടാകാമല്ലോ, ഇഷ്ടമുള്ളവർക്ക് കൈക്കകത്ത് പണിയെടുപ്പിച്ചിടും. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനം സ്റ്റാറൊക്കെ ഉണ്ടോ? സോ നെക്സ്റ്റ് അങ്ങനെ തേർഡ് ഗിഫ്റ്റും അങ്ങനെ തേർഡ് ഗിഫ്റ്റ് എടുത്ത് ഞങ്ങൾക്ക് 4th ദിവസത്തേക്ക് കിടക്കും. സോ പൊൻചേച്ചി അപ്പച്ചി ഡെലിവറി ചെയ്തതിനു ശേഷം എത്ര ദിവസമാണ് ഹോസ്പിറ്റലിൽ പൊൻചേച്ചി അപ്പച്ചിയായിട്ട് കിടന്നത്? അത് പൊന്നിന് ഓർത്ത് വയ്ക്കാനുള്ള ചാൻസ് ഇല്ല. അത് പൊന്നിനെ സംബന്ധിക്കുന്നതല്ല. എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോട്ടോ നിന്നെ കാണിച്ചിട്ട് ഫസ്റ്റ് ഫോട്ടോ എത്രാമത്തെ ദിവസമാണ് എടുത്തത്? 3 ദിവസം കഴിഞ്ഞിട്ടാ. 1 മാസം. 6 മാസം കഴിഞ്ഞിട്ട്. 6 ദിവസം. 1 മാസം. 25 ദിവസം കഴിഞ്ഞിട്ട്. 14 ദിവസം കഴിഞ്ഞിട്ട്. 7 ദിവസം കഴിഞ്ഞിട്ട്. അയ്യോ, ഒരാഴ്ച എന്റെ മനസ്സിൽ പറഞ്ഞത്. പിന്നെ എനിക്ക് വന്നേ അതുവരെ പേടിയില്ല. എനിക്ക് തന്നെ കിട്ടണം.
ഓക്കെ സോ അങ്ങനെ ഫോട്ടോ ഗിഫ്റ്റ് എന്തൊക്കെ കാണിച്ച് എന്തായാലും ഇപ്പാണ് കുഴപ്പമില്ല ഞാൻ സഹിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊൻചേച്ചി ഫസ്റ്റ് ബർത്ത്ഡേ കിട്ടിക്കഴിഞ്ഞ ഡ്രസ് ഏത്? ഫോട്ടോ ആണോ ചോദിക്കോ? ആഷ് കളർ. ആ പ്രശ്നം മനസ്സിലായിരിക്കുകയാണ്. ഞാൻ സെക്കൻഡ് ബർത്ത്ഡേ കിട്ടുന്നത് ഇവിടെ എനിക്കിവിടൊന്നും പറയണ്ട. എനിക്ക് ഗിഫ്റ്റ് പേപ്പർ പൊട്ടിച്ച് വെട്ടി ഒന്ന് വെച്ചിട്ട് ഇനി എങ്ങനെ കടയിൽ പോകുന്നല്ലേ ചിന്തിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ പൊൻചേച്ചിക്ക് എന്താണ് കോളം കിട്ടുന്നത്? പൊൻചേച്ചി സമ്മതിക്കുന്ന മാത്രം ക്വസ്റ്റ്യനാണ്. എനിക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റില്ല. കോളേജ് ആർട്സ് മാർച്ചാണ് അതെനിക്കറിയാം. 26 ആണോ? നിങ്ങൾക്ക് അറിഞ്ഞില്ലേ മാർച്ച് 26? എനിക്കറിയില്ല. നമ്മള് 26 എന്റെ എക്സാമിനേഷൻ അല്ലല്ല ഞാൻ പറയാം മാർച്ച് മാർച്ച്. സോ അതും അങ്ങനെ ഏതെങ്കിലും എടുത്തു ഒരു പെട്ടി പൊട്ടിച്ച് ശരിയാവും. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇവിടെ കളഞ്ഞു സാധനങ്ങളാണ്. 2 ദിവസം കഴിഞ്ഞ് ഇതിനെ കാണാൻ. അമ്മ വാങ്ങിച്ചു സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എന്നെ നോക്കി തന്നെ പറയാൻ ആൻസർ. എന്നെ ക്യാമറ നോക്കാൻ പറ്റും. പൊൻചേച്ചിയുടെ മോതിരത്തിൽ മുതൽ എത്ര കല്ലുകൾ? ടഫ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാൻ സത്യം പറഞ്ഞ ഞാൻ മോതിരിട്ടിട്ട് 3 കല്ല്. അല്ല 4 കണ്ണുകളെ പറ്റി ഞാൻ പറഞ്ഞ. സോ ബർത്ത്ഡേ അല്ലെങ്കിൽ ഞാൻ കൊടുക്കൂലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കുമായിരുന്നു. ആദ്യം പേപ്പർ എടുത്തതിന് ശേഷം എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ എടുത്തതിന് ശേഷം അത് ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് അത് വായിക്കാൻ പറ്റുള്ളൂ. ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് വായിക്കാൻ പാടുള്ളൂ. ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് വായിക്കാൻ പാടുള്ളൂ. എടുത്തോ ഉള്ളൂ. ഗിഫ്റ്റ് എന്തോ പണി ചെവി വയ്ക്കണമെന്നായിരിക്കും. ഇത് വല്ലപ്പോഴും ചെവി വെക്കാം. എന്റെ കാത്തിരിപ്പിനൊടുങ്ങി ഇത്രയും പണി ഇതിലൊരുക്കി വെച്ചാൽ എത്രയും നേരം കിട്ടിയതെല്ലാം നല്ല സാധനങ്ങളാണ്. ഇങ്ങനൊരു സാധനം കിട്ടി. ഇത് ചാനൽ തീരുന്നവരെ വെച്ചിട്ടുണ്ട്. ക്യൂട്ട് എക്സ്പ്രഷൻ ആണ്. സോ നല്ല രസമുണ്ട്. കൊച്ചിലോട്ട് വെക്കേണ്ട സാധനമാണ്. കൊച്ചിലോട്ട് വെക്കേണ്ട സാധനമായിരുന്നു. അന്ന് എനിക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചൈൽഡ്ഹുഡ് ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചു. പണ്ട് പൊൻചേച്ചി സോഹാർ താമസിക്കുന്ന സമയത്ത് വീടിന് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന കടയുടെ പേരെന്തായിരിക്കും? അല്ലു മാത്രം ഉണ്ടെന്ന് കറക്റ്റ് ആണ്, നമ്മൾ കൊടുത്തേ പറ്റൂ. പെൻ അതൊന്നും ഇത്ര കട്ടിയിട്ട് വായിക്കാൻ ഓരോരുത്തരും
കോൺഷ്യസ് എന്നാ നിങ്ങൾ ചിന്തിപ്പിക്കും. വായന സ്വഭാവം സോ ഇനി എല്ലാം തീർന്നു. ഇനി അന്നോടുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഫുൾ ഓൺ പണി മൂഡ്. ഓക്കെ പ്രിൻസിക്ക് എന്റെ ബർത്ത്ഡേ അറിയാൻ നോക്കാൻ വേണ്ടി മനസ്സിലാക്കി ഓഗസ്റ്റ് 27. കറക്റ്റാണ്. സോ ഓക്കെ സോ കറക്റ്റ് പറഞ്ഞു ഓർമ്മയൊക്കെ ഉണ്ട്. വല്ലപ്പോഴും ഇത് കുളിയും തനയില്ലെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും തനയെങ്കിലും അടിച്ച് വെച്ച് കുളിക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത് പുഞ്ചിരി വളരെ വേണ്ടപ്പെട്ട അത്യാവശ്യമായ ഒരു സാധനമാണ്. നമ്മളെ വീട്ടിലുള്ള സോപ്പാണ് 2 വർഷം കഴിഞ്ഞ് പാലേച്ചേക്ക്. സോ അടുത്ത നാളെ വരുമ്പോ കുളിച്ചിട്ട് നിൽക്കണം. അതുകൊണ്ട് പൊഞ്ചേച്ചി ഇട്ടിരിക്കുന്ന ഇപ്പൊ ഇട്ടിരിക്കുന്ന മാല നോക്കാൻ പാടില്ല. എത്ര പേളുണ്ട് അതില്? 6. ക്യാമറാമാൻ ചതിച്ചു. സോ പറഞ്ഞു. സോ ഒരെണ്ണോടെയുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ അതാണ് ഞാൻ കളയരുതെന്ന് പറഞ്ഞത്. അയ്യോ വേണമെന്നല്ല തറയെ കളഞ്ഞു. ഓക്കെ കഴിച്ചു.